സംസാരിക്കട്ടെ. വേദിയിലിരിക്കുന്ന വൈദികനും കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിനും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മലങ്കര സഭയുടെ നിർണായകമായ ഘട്ടങ്ങളിൽ സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകി ദൈവാശ്രയത്തോടെ ജീവിത വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും ത്യാഗത്തിലും അധിഷ്ഠിതമായി പ്രവർത്തിച്ച ഒട്ടധികം സഭാസാരഥികളിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ കർമ്മസുരഭിലമായ ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ച മലങ്കരയുടെ വലിയ ഭാവിയെ പറ്റിയാണ് ഇന്നെനിക്ക് നിങ്ങളോടൊത്ത് ചിന്തിക്കാൻ കിട്ടിയിട്ടുള്ള വിഷയം. മലങ്കര സഭയുടെ യഥാർത്ഥ ചരിത്രം പരിശോധിക്കുന്ന പക്ഷം അതത് കാലത്ത് മലങ്കര മെത്രാപ്പോലിത്ത എന്ന നിലയിലോ പൗരസ്ത്യ കാതോലിക്ക എന്ന നിലയിലോ സഭയുടെ നേതൃസ്ഥാനത്ത് വരുവാനിടയായ എല്ലാ പിതാക്കന്മാരും തന്നെ ചില പ്രധാന പ്രശ്നങ്ങളെ നേരിട്ട് സഭയെ ശരിയായ ക്രിസ്തീയ പാരമ്പര്യത്തിൽ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള ദൈവനിയോഗം ഉണ്ടായിരുന്നുവെന്ന് തോന്നാവുന്നതാണ്. ഈ പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ ബാവയ്ക്ക് നേരിടേണ്ടി വന്നത് പട്ടത്വമില്ലാത്ത വൃദ്ധൻ പുന്നൂസ് എന്ന ആക്ഷേപം നിറഞ്ഞ പരിഹാസവും സമുദായ കേസുമാണ്. മലങ്കര സഭയുടെ ആധുനിക നവോത്ഥാന ശില്പി എന്നറിയപ്പെട്ടിരുന്ന ബാവ ജാതിമത രാഷ്ട്രീയ സാംസ്കാരിക തലങ്ങളിൽ തൻ്റെ സംഭാവനകൾ നൽകുകയും പൗരസ്ത്യ വേദശാസ്ത്രത്തിൻ്റെ ആത്മാവിനെ നിരന്തരമായ മനനിഭ്യാഭ്യാസങ്ങളിലൂടെ ഉൾക്കൊണ്ട് ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ വീറും വിശുദ്ധിയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പടിഞ്ഞാറൻ തിയോളജിയുടെ വക്താക്കളെ ചൊടിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിൽ വേദപുസ്തകത്തിലെ നിഗൂഢ രഹസ്യങ്ങൾ അപഗ്രഥിച്ച് വചന വ്യാഖ്യാനത്തിന് പുതിയ മാനങ്ങൾ സംഭാവന ചെയ്തു. 1929 പൗരസ്ത്യ കാതോലിക്കയായും 1934 മലങ്കര മെത്രാപ്പോലിത്തയായും അവരോധിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ തന്നെ മാറ്റുരയ്ക്കാനെന്ന വണ്ണം ഒട്ടനവധി അഗ്നിപരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. സഭയുടെ അസ്തിത്വവും ആസ്തിയും ചോദ്യം ചെയ്യപ്പെടുന്ന സമുദായ കേസ് ആവിർഭവിച്ചപ്പോൾ പാത്രിയർക്കീസ് ബാവ കക്ഷികളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള നിയമയുദ്ധം വിശ്വാസികളുടെ മനസ്സിൽ അസ്വസ്ഥതയും നൈരാശ്യബോധവും വളർന്നു വരാൻ ഇടയായി. ഈ സാഹചര്യത്തിൽ തളരാത്ത നേതൃത്വം നൽകി പരിശുദ്ധ ബാവ തന്റെ പാണ്ഡിത്യവും പക്വതയും മാർന്ന ജീവിതം അവസരത്തിനൊത്ത് ഉയർത്തി. 1951 ഡിസംബർ 21 കാതോലിക്ക കക്ഷിയുടെ റിവ്യൂ ഹർജി തള്ളിക്കൊണ്ട് തിരുക്കൊച്ചി ഹൈക്കോടതിയിൽ നിന്ന് പ്രതികൂല വിധിയുണ്ടായപ്പോഴും 1956 ഡിസംബർ 31 കേരള ഹൈക്കോടതിയിൽ നിന്ന് പ്രതികൂല വിധിയുണ്ടായപ്പോഴും അനുയായികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചക പ്രതിഭയോടുകൂടി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും 1958 സുപ്രീം കോടതിയിലെ വിധിയിലൂടെ അന്തിമ വിജയം നേടുകയും ചെയ്തു. ആപത്ഘട്ടങ്ങളിൽ അസ്വസ്ഥനാകാതെ സഭ പരിത്യാഗം ചെയ്യാതെ ദൗത്യ നിർവഹണത്തിന് ദൃഢചിത്തനായി നിന്ന തിരുമേനി അവസാനം വിജയ കിരീടമണിഞ്ഞ് യഥാർത്ഥ നേതൃത്വം എന്തെന്ന് സ്വജീവിതത്തിലൂടെ കാട്ടിക്കൊടുത്തു. 1958 ഡിസംബർ 16 മാർ യൂലിയോസ് മെത്രാപ്പോലിത്തായുടെ സാന്നിധ്യത്തിൽ യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസും പരിശുദ്ധ ഗീവർഗീസ് കാതോലിക്കോസും പരസ്പരം സ്വീകരിച്ച് സഭയിൽ സമാധാനമുണ്ടാക്കിയത് പരിശുദ്ധ കാതോലിക്ക ബാവയുടെ ഒരു വിജയമായിരുന്നു. മാത്രമല്ല മലങ്കര സഭയുടെ ആശ്രമ പ്രസ്ഥാനത്തിന്റെ ആദ്യ കേന്ദ്രമായിരുന്ന പെരുന്നാട് ബദനി മലയിലുണ്ടായ അടിയിളക്കം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു. ആർച്ച് ബിഷപ്പ് മാർ ഈവാനിയോസും അനുയായികളിൽ ഒരു വിഭാഗവും റീത്ത് പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി പോയപ്പോൾ ബാബ തിരുമേനി പുത്തൻകാവിൽ ഫാദർ KT ഗീവർഗീസിനെ 1930 മാർ പിലക്സിനോസ് എന്ന പേരിൽ മെത്രാപ്പോലിത്തയായി വാഴിച്ചു. എന്തെല്ലാം പ്രതിഷേധങ്ങളും പ്രലോഭനങ്ങളും വന്നാലും സഭയുടെ ആധ്യാത്മിക പാരമ്പര്യത്തിനും സഭാംഗങ്ങളുടെ ധാർമ്മിക ജീവിത വിശുദ്ധിക്കും ക്ഷതമേൽക്കുവാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. ഋഷിതുല്യനായ കാതോലിക്ക ബാവ സഭയെ നിയമബദ്ധമാക്കി ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ മലങ്കര അസോസിയേഷൻ പ്രാബല്യത്തിൽ വരുത്തുകയും വൈദിക ട്രസ്റ്റിയെയും അൽമായി ട്രസ്റ്റിയെയും തെരഞ്ഞെടുക്കുകയും തന്റെ പിൻഗാമിയായി ഔഗേന്മാർ തിമോത്തിയോസ് തിരുമേനിയെ തിരഞ്ഞെടുത്ത് സഭയിൽ ഒരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കുകയും ചെയ്തു. പരിശുദ്ധ പരിമല തിരുമേനിയിൽ നിന്നുൾക്കൊണ്ട ആത്മീയ പ്രകാശത്താൽ കത്തിച്ചൊലിച്ച മൂന്നാം കാതോലിക്കയായ ഗീവർഗീസ് കാതോലിക്ക ബാവ സഭയുടെ ആധുനിക നവോത്ഥാന ശില്പികളിൽ ഒരാൾ തന്നെയാണ്. മലങ്കര സഭയുടെ ഇടയത്വ ശുശ്രൂഷയിൽ 30 വർഷം മലങ്കര പൗരസ്ത്യ കാതോലിക്കയായും 34 വർഷം മലങ്കര മെത്രാപ്പോലിത്തയായും ആദ്യമായി ഈ 2 പദവികൾ നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് ദൈവം അവസരം നൽകി. ജീവിത സായാഹ്ന കാലത്ത് സഭ ഒന്നായി സമാധാനത്തിൽ ഒരാട്ടിൻപറ്റവും ഒരിടയനുമായി കഴിയുന്നതിന് സാധിച്ച ഈ പിതാവിനെ ജനങ്ങളുടെ മനസ്സിൽ വിശുദ്ധനായി അന്നേ സ്ഥാനം ലഭിച്ചിരുന്നു. ഈ പിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് മലങ്കര സഭയുടെ പുരോഗതിക്കായി നമുക്കും പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.